ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ലോഗ് ഒക്കെ ആയാലോ. ഇന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എന്നാ പിന്നെ ബർഗർ തന്നെ ആയിക്കോട്ടെ. ഇത് ഞാൻ മുന്നേ ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിന്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇതിന് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ എടുത്തൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി, ക്യാപ്സിക്കം, ക്യാബേജ്, ഇത് മൂന്നാണ് കേട്ടോ ഞാൻ എടുത്തത്. തക്കാളി ഒക്കെ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. പിന്നെ ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ മസാലകളൊക്കെ ഇട്ടാൽ മതി. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് കോൺഫ്ലോറും കൂടെ ഇട്ട് എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചേ. പിന്നെന്താ, സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. ആദ്യം വെളിച്ചെണ്ണ വെച്ചിട്ടൊന്ന് ചൂടായപ്പോൾ അതൊക്കെ ഇട്ടിട്ടൊന്ന് വറുക്കാൻ വെച്ചു. അതൊക്കെ വറുക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ബർഗറിനുള്ള ബണ്ണൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പോയി. അതിന്റെ നടുഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യലാണ്. പിന്നെ ഞാൻ വറുക്കാൻ വെച്ച ചിക്കനിൽ കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ച് പിന്നെ അതൊന്ന് മിക്സ് ആക്കി ഞാൻ ഈ ചിക്കൻ വറുക്കണേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാപ്സിക്കം, ഉള്ളി, ക്യാബേജ് അതൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡി ആയപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് മാറ്റി വെച്ച് പിന്നെ അടുത്തത് ബണ്ണൊക്കെ ഒന്ന് നെരിയിച്ചെടുക്കണം. ഞാൻ കുറച്ച് ബട്ടറും കൂടെ തേച്ചിട്ടുണ്ടായിരുന്നു അതിൽ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ സാധനമൊക്കെ കൂടെ ഒരു ബർഗറിന്റെ രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ആ ടൊമാറ്റോ സോസ് ഒക്കെ ആദ്യത്തെ ലെയറിൽ വെച്ച് കൊടുത്തു. പിന്നെ ക്യാബേജ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഉണ്ടാക്കി വെച്ച ചിക്കൻ, പിന്നെ അതിന്റെ മുകളിൽ ക്യാപ്സിക്കം, ഉള്ളി അതും കൂടെ ഒന്ന് വെച്ച് കൊടുത്ത് പിന്നെ ലാസ്റ്റ് ആ പോലത്തെ പണ്ണും കൂടെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ഇതൊരു സിമ്പിൾ ബർഗറിന്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ മുമ്പ് ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ടും അത് നന്നായിട്ടുള്ളതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. എന്നാ പിന്നെ ഒരു വ്ളോഗ് ആക്കി അങ്ങോട്ട് എടുക്കാന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് സിമ്പിൾ ആണ്, ഇഷ്ടപ്പെട്ടാവുന്ന ഉണ്ടാക്കി നോക്കാം. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, എന്തായാലും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.